ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി തടഞ്ഞു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഹാജരാകേണ്ടതില്ല എന്ന് സുപ്രീം കോടതി. സർക്കാരിൻ്റെയും യാക്കോബായ സഭയുടെയും ഹർജികളിൽ വിശദമായ വാദം കേൾക്കും. അതേസമയം സഭാ തർക്കത്തിൻ്റെ ഉള്ളടക്കം പരിശോധിക്കില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ലീഗൽ ഡെസ്കിൽ നിന്നും ഷബ്ന സിയാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്തെല്ലാമാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ? കേസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ്? ഓർത്തഡോക്സ് യാക്കോബായ കേസിൽ മലങ്കര സഭയ്ക്ക് കീഴിലുള്ള എല്ലാ പള്ളികളും 1934 ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടണം എന്ന് സംബന്ധിച്ച് 2017 സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നത്. 1934 സഭാ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സുപ്രീം കോടതി വിധി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലവുമായിരുന്നു. ഈ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ യാക്കോബായ സഭയുടെ കൈവശമുള്ള 6 പള്ളികൾ ഏറ്റെടുക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പലവട്ടം ഇത്തരത്തിൽ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടും സർക്കാർ ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇതിൽ നിന്നും പിന്മാറുകയായിരുന്നു. തുടർന്നാണ് ചീഫ് സെക്രട്ടറി, എറണാകുളം, അതുപോലെ പാലക്കാട് ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്കെതിരെ നടപടിയുമായി ഹൈക്കോടതി മുന്നോട്ട് പോയത്. ഇതിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുകയും ഉദ്യോഗസ്ഥരോട് 29-ാം തീയതി നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെ കുറ്റം ചുമത്തുന്ന നടപടി ഉണ്ടാകും എന്ന് ജസ്റ്റിസ് VG അരുൺ വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് സർക്കാർ ഇപ്പോൾ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ഈ ഉത്തരവ് തടയുകയും ചെയ്തിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഹാജരാകേണ്ടതില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. സർക്കാരിന്റെയും യാക്കോബായ സഭയുടെയും ഹർജികളിൽ വിശദമായ വാദം കേൾക്കാം എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം കോടതിയലക്ഷ്യ ഹർജിയിലെ അപ്പീലുകളിൽ ഡിസംബർ 3-നാണ് വാദം കേൾക്കുക. സഭാ തർക്കത്തിന്റെ ഉള്ളടക്കം പരിശോധിക്കുന്നില്ല എന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ ഈ വിഷയം തീർപ്പാക്കുകയും ഇത് നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നതാണ്. സർക്കാരിന് മതസ്ഥാപനങ്ങൾ ഏറ്റെടുക്കാനാകുമോ എന്ന വിഷയത്തിൽ വാദം കേൾക്കും. ഇത് സംബന്ധിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ അപ്പീലിൽ ഇത്തരത്തിൽ വാദം കേൾക്കാം എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കും എന്നതിൽ നിർദ്ദേശങ്ങൾ സർക്കാർ അറിയിക്കണം എന്നും നിർദ്ദേശമുണ്ട്. ശരി, ഷബ്ന സിയാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്ക വിഷയത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണം എന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി തടഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം യാക്കോബായ സഭയും സർക്കാരും സമർപ്പിച്ച ഹർജികളിൽ വിശദമായ വാദം കേൾക്കാം എന്നൊരു കാര്യം കൂടി സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്.